ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തേർഡ് പൊസിഷൻ. നമ്മുടെ തേർഡ് പൊസിഷൻ പഠിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ തേർഡ് പൊസിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫോർത്ത് സ്ട്രിങ്ങിൽ നിന്നാണ്. ജി സ്ട്രിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. തേർഡ് സ്ട്രിങ് ഫോർത്ത് നിന്ന് പിന്നെ തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ്, അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് തരാം എങ്ങനെയാണ് തേർഡ് പൊസിഷൻ വായിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ലോണം വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് തേർഡ് പൊസിഷൻ പഠിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് തേർഡ്, ഫിഫ്ത്ത്, ഫസ്റ്റ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പൊസിഷൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ സെക്കൻഡ് പൊസിഷൻ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാൽ തേർഡ് പൊസിഷൻ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്കൊരു സോങ് വായിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പീസൊക്കെ വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം ആരൊരാൾ കമൻറ്റ് ചെയ്തിരുന്നു വയലിൻ്റെ ടോൺ അത്രയ്ക്കൊരു ഇതാണെന്ന് പറഞ്ഞു. വയലിൻ്റെ ടോണിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ മൈക്രോഫോൺ ക്യാച്ച് ചെയ്യുന്നതിൻ്റെ ആയിരുന്നു. അതിൻ്റെ പുതിയൊരു മൈക്രോഫോൺ, അതിൻ്റെ സെറ്റിങ്സിന് കുറച്ച് സംതിങ് ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇതേണ്ട ഇന്നത്തെ വീഡിയോയിൽ അതിനെ ഒന്ന് ഇതായി ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കുക. ഓക്കെ, വയലിൻ്റെ ടോൺ എന്ന് പറഞ്ഞാൽ വയലിൻ നല്ല വയലിനാണ്. നമ്മൾ നല്ല വയലിൻ നോക്കി മാത്രമേ എടുക്കുകയുള്ളൂ. അത് കമൻറ്റ് ചെയ്ത ആർക്കോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതാണ്. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ തേർഡ് പൊസിഷൻ പഠിക്കുമ്പം വളരെ സിമ്പിളായിട്ട് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്. ഞാൻ പെട്ടെന്ന് തന്നെ, അതായത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒത്തിരി വളഞ്ഞ വഴികളില്ലാതെ ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പം ഫോർത്ത് സ്ട്രിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് സ്ട്രിങ്ങിൽ നമുക്ക് സി ഉണ്ടല്ലോ, നമ്മുടെ സി ആൻഡ് ഡി, ഇ, എഫ്. ഇതിപ്പോൾ നമ്മൾ വായിക്കുന്നത് ഫസ്റ്റ് പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ തേർഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തേർഡ് ഫിംഗർ വെക്കുക. നമ്മുടെ തേർഡ് ഫിംഗർ, ഓക്കെ, തേർഡ് ഫിംഗർ വെച്ചിട്ട് ആ തേർഡ് ഫിംഗറിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫിംഗർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ തേർഡ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ജി, എ, ബി, സി, ആ സി ഇരിക്കുന്ന പൊസിഷനിലേക്ക് നമ്മുടെ തമ്പ് ഉൾപ്പെടെ നമ്മൾ മൂവ് ചെയ്യണം. കണ്ടോ, ആ സിയിൽ വന്ന് നമ്മുടെ ഫസ്റ്റ് ഫിംഗർ ഇരിക്കണം. കണ്ടോ, സിയിൽ വന്നിരിക്കണം. അപ്പം നമ്മൾ ഈ വായിച്ച 4 നോട്ട്സ് സി, ഡി, ഇ, എഫ് എന്നുള്ള നോട്ടുകൾ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് തേർഡ് പൊസിഷൻ. ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് വ്യൂവിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രിങ്സ് കാണാമെന്ന് കരുതുന്നു. ഇപ്പം നമ്മുടെ ജി സ്ട്രിങ്ങിൻ്റെ അകത്തെ ഈ നോട്ട്സുകളിലൂടെ നമുക്ക് പാസ് ചെയ്യാം. സി ആൻഡ് എ, ബി, സി. ഓക്കെ, ഈ സി നോട്ട് നമ്മൾ ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ താഴെ വായിച്ച് സി കഴിഞ്ഞിട്ട് 4 നോട്ട്സ് ഏതൊക്കെയായിരുന്നു? സി, ഡി, ഇ, എഫ്, ജി. ഇത്ര നോട്ടുണ്ട്, 5 നോട്ട്. 1, 2, 3, 4, 5. ഇതിനകത്ത് നമുക്ക് 4 നോട്ട്സ് നമുക്ക് തേർഡ് പൊസിഷനിലേക്ക് എടുക്കാം. സി, ഡി, ഇ, എഫ്, ജി വേണ്ട. അപ്പം നമുക്ക് അതുപോലെ തന്നെ സിയിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫിംഗർ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ഫിംഗറെല്ലാം നമ്മളിങ്ങനെ കേർവ്ഡ് ഇരിക്കണം. ഇങ്ങോട്ട് ഒരിക്കലും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. നമ്മൾ ഹാൻഡ് പൊസിഷൻ ഇങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തമ്പ് നേരെ ഓപ്പോസിറ്റ് ഫസ്റ്റ് ഫിംഗറിന് ഇരിക്കണം. ഓക്കെ, സി വെച്ചു. ഇനി സി വെച്ചിട്ട് അവിടുന്ന് സി എടുക്കാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ടിട്ട് ഡി വെക്കുക. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ചും കൂടി ഗ്യാപ്പ് ഇട്ടിട്ട് ഇ ആൻഡ് എഫ്. അപ്പം ഇപ്പം നാച്ചുറലാണ് ഞാൻ വായിച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു ഷാർപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. സി നാച്ചുറൽ, ഡി, ഇ, എഫ് നാച്ചുറൽ. ഇത്ര നോട്ടാണ് വരുന്നത്. ഇതാണ് തേർഡ് പൊസിഷനിലൂടെ നമ്മൾ ഷിഫ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ നോക്കി ഇത്രയും ഡിസ്റ്റൻസ് അവിടെ കിടക്കുകയാണ്. അപ്പം നമ്മൾ സി ഫസ്റ്റ് ഫിംഗർ ആക്കി നമ്മുടെ തേർഡ് പൊസിഷനിൽ ഇരുന്ന സെയിം പൊസിഷൻ നമ്മളിങ്ങനെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ സിയിലൂടെ ഇങ്ങനെ ഫിംഗർ വെക്കുക, അപ്പുറത്തെ ഫിംഗർ വെക്കുക, എന്നിട്ട് നേരെ നമ്മളിങ്ങനെ ഇവിടെ കൊണ്ട് ഫസ്റ്റ് ഫിംഗർ വെക്കുക. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് നമ്മൾ ഡി, ഇ, എഫ്. ഓക്കെ, ഇനി അടുത്ത സ്ട്രിങ് കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അടുത്ത സ്ട്രിങ്ങിൽ വരുന്നത് ജി ആണ് നമുക്ക്. ഓക്കെ, ജി വരുന്നത് നോർമലി നമ്മൾ സി വായിച്ച പോലെ തന്നെ ഡി, ഇ, എഫ്, ജി.
G, A, B, C and D. നമ്മൾ ഇതിൻ്റെ അകത്ത് 5th നോട്ടിനെ റിമൂവ് ചെയ്യുന്നു. 1, 2, 3, 4, 5. 5 എന്ന് പറഞ്ഞാൽ 5th നോട്ട് D ആണ്, അതിനെ അവോയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ G അവിടെ വെക്കുന്നു. C വെച്ച പോലെ തന്നെ G വെക്കുന്നു. ജിയിലേക്ക് നമ്മൾ ഫിംഗർ ഷിഫ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഫിംഗർ വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, G വന്നു. ഹാൻഡ് പൊസിഷൻ കറക്റ്റ് പിടിക്കുന്നു. ഇനി നമ്മൾ G എന്നുള്ള ഫസ്റ്റ് നോട്ട്, അതിൻ്റെ കണ്ടിന്യൂവേഷൻ നോട്ട്സുകളെല്ലാം വായിച്ചോളൂ. G, അടുത്ത നോട്ട് ഏതാണ്? A and B, C നാച്ചുറൽ. ഓക്കെ, G, A, B, C അത്രേ ഉള്ളൂ. A, B, C. ഈ 2 സ്ട്രിംഗ് നോട്ടുകൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ വിജയ സിയിൽ നിന്ന് C ഫസ്റ്റ് ഫിംഗർ വെച്ചു, D, E, F, G, A, B and C. Reverse. അപ്പോൾ നമ്മുടെ തേർഡ് പൊസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വായിക്കാവുന്ന ഒരു പൊസിഷനാണ് തേർഡ് പൊസിഷൻ. വളരെ സിമ്പിളായിട്ട് തന്നെ വായിക്കാവുന്നതാണ്, നമുക്കധികം സ്ട്രെയിൻ വേണ്ട. സെക്കൻഡ് പൊസിഷൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ജസ്റ്റ് എങ്ങനെ വായിക്കണം എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കി നിങ്ങൾ വായിക്കണം. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ സ്ലോലി ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ നോട്ട്സുകളെല്ലാം ഒരു പൊസിഷനിൽ ഫിക്സ് ചെയ്ത് സെറ്റായിട്ട് മാത്രം നിങ്ങൾ അടുത്ത ലെവലിലേക്ക് സ്പീഡ് കൂട്ടുക. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് സ്പീഡ് കൂട്ടി വായിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. വളരെ സ്ലോയിൽ പ്രാക്ടീസ് ചെയ്യുക. പൊസിഷൻ നോട്ട്സുകളെല്ലാം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഹോൾഡ് ചെയ്യുക, പിച്ച് ഔട്ട് ഇല്ലാതെ ചെയ്യുക. ആൻഡ് ഹാൻഡ് പൊസിഷൻ കറക്റ്റ് ചെയ്ത് ചെയ്യുക. ഹാൻഡ് പൊസിഷൻ നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ പിടിച്ച് വായിക്കരുത്, ഇങ്ങനെ പിടിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ തന്നെ കേർവ്ഡായിട്ട് ഇന്ന് തന്നെ പിടിക്കണം. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കുക. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വയലിൻ ക്ലാസ്സസ് ഫോർ യു ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് കയറി ഒന്ന് വിസിറ്റ് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ചാനലും ഞാനിടയ്ക്ക് ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.